ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ACC എക്സാം ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രോം അല്ലെങ്കിൽ എഡ്ജ് എവിടെയായാലും ജസ്റ്റ് ACC എന്ന് സെർച്ച് ചെയ്യാം. ദെൻ ഹോം ACCA ഗ്ലോബൽ എടുക്കുക. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, URL ഷുഡ് ബി accaglobal.com. ഓക്കെ, ഫോർ സെക്യൂരിറ്റി പർപ്പസ് ആണ് ഞാൻ പറഞ്ഞത്. ദെൻ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. മൈ ACCA എന്ന് പറയുന്ന ഇതെടുക്കുന്നു. ഇവിടെ ഒരു സൈൻ ഇൻ ഉണ്ട്, ആ സൈൻ ഇനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ജസ്റ്റ് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. സൈൻ ഇൻ ചെയ്യാം. സോ ഇങ്ങനെ ലോഡാവും. സോ ഇങ്ങനെ വരും. ഇതിൽ അടിയിലോട്ട് പോയിട്ട് ഓക്കെ ഇവിടെ കൊടുക്കാം, ബട്ട് ഇത് നമുക്ക് ഔട്ട്സൈഡ് ഇതിലോട്ടാണ് പോവുക. ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഇവിടെ ക്വാളിഫിക്കേഷൻ പ്രോഗ്രസ്സിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇങ്ങനെ വരും. ഇതിൽ ബുക്ക് ആൻഡ് എക്സാം കണ്ടോ, ഇതിവിടെ കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ വരും. ഇവിടെ ആഡ് ആൻ എക്സാം കൊടുക്കാം. നിങ്ങൾ സെൻറ്ററാണ്, സെൻറ്റർ മാത്രമേ ഉള്ളൂ. സോ അതിനോട് SBR ആണ് ചെയ്യാൻ പോകുന്നത്. SBR ഞാനിവിടെ സെൻറ്റർ ക്ലിക്ക് ചെയ്തു. ലൊക്കേഷൻ ഇന്ത്യ. നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ എക്സാം എഴുതാൻ രാജ്യം കൊടുക്കുക, ലൊക്കേഷൻ നിങ്ങളുടെ അടുത്തുള്ള ലൊക്കേഷൻ കൊടുക്കുക. സോ ഞാനിവിടെ കൊച്ചിന് കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ വേർഷൻ ചൂസ് ചെയ്യണം. ഇവിടെ വേർഷൻ ജസ്റ്റ് ഒന്നുകൂടെ SBR ക്ലിക്ക് ചെയ്ത ശേഷം ചൂസ് എ വേർഷൻ. ഇൻ്റർനാഷണലാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ വെർഷൻ ഏതാണെന്നുള്ളത് നിങ്ങളുടെ ഫാക്കൽറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്ത ശേഷം ബുക്ക് ചെയ്യാം. സെറ്റ് വേർഷൻ. ദെൻ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് വായിക്കണം. ഓക്കെ, പുതിയതായിട്ടാണുള്ളവർ നമുക്ക് വായിക്കണം. കാരണം എനിക്കിതെന്താണെന്ന് അറിയാം, നിങ്ങൾക്കിത് എന്താണെന്ന് അറിയത്തുണ്ടാവില്ല. ടിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വായിച്ചിട്ട് മാത്രം ടിക്ക് ചെയ്യാം കേട്ടോ. സോ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫീസൊന്നും റീഫണ്ടബിൾ അല്ല, ട്രാൻസ്ഫറബിളും അല്ല. ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് നിങ്ങൾക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ഇത് നമ്മൾ എഗ്രി ചെയ്യുന്നു. ആഡ് ടു യുവർ പ്ലാൻ. ഓക്കെ, ദെൻ ഇപ്പോൾ ഇങ്ങനെ കാണിക്കും. എന്താ അവിടെ എഴുതിയിട്ടുള്ളത്? പെൻഡിങ് അവൈലബിലിറ്റി ആൻഡ് പേയ്മെൻറ്റ്. രണ്ട് സ്റ്റേജസ് ഇനി പെൻഡിങ് ആണ്. അവൈലബിലിറ്റിയും പെൻഡിങ് ആണ്, പേയ്മെൻറ്റും പെൻഡിങ് ആണ്. സോ അത് നമുക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം. കൺഫേം അവൈലബിലിറ്റി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. ദെൻ ഇങ്ങനെ വരും. ഇവിടെ ചില സമയത്ത് രണ്ടെണ്ണം വരാറുണ്ട്. ഓക്കെ, സോ അതിൽ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ദെൻ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. സോ അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് വായിക്കുക. ഓക്കെ, അതിൻ്റെ ശേഷം എഗ്രി കൊടുക്കുക. ഇവിടെ നിങ്ങൾ എന്താണോ അഡ്രസ്സ് കൊടുത്തേക്കുന്നത് അതാണ് ഇവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എറണാകുളം ആണെങ്കിൽ എറണാകുളം എന്ന് കൊടുത്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഡേറ്റ് SBR ആയതുകൊണ്ട് 10th ആണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ തോന്നുന്ന ഡേറ്റിൽ എഴുതാൻ പറ്റില്ല. ടൈം ടേബിൾ പ്രകാരം SBR എക്സാം വരുന്നത് ഡിസംബർ 10-ാം തീയതിയാണ്. സോ ദാറ്റ്സ് വൈ ഇവിടെ 10 മാത്രമേ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സെർച്ച് ചെയ്യാം. സോ ഇവിടെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സാം സൈറ്റുകളുണ്ട്. അപ്പോൾ ഞാനിതിൽ ഈ ഒരു കോളേജിൽ സെലക്ട് ചെയ്യുന്നു. സോ ഇതിൽ ഞാനിപ്പോൾ ഒരു ഉച്ചയ്ക്കുള്ള എക്സാം സെലക്ട് ചെയ്യുന്നു. ദെൻ എഗെയിൻ നമുക്ക് കൺഫേം ചെയ്യാം. എന്തൊക്കെ കൺഫേം ചെയ്യണം? എക്സാം കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. ഇംഗ്ലീഷ് അല്ലേ എന്ന് ചെക്ക് ചെയ്തോളൂ, വെറുതെ ചെക്ക് ചെയ്തോളൂ. അപ്പോയിൻമെൻറ്റ്, ടൈം, ഡേറ്റ് ഒക്കെ ചെക്ക് ചെയ്യുക. ലൊക്കേഷൻ ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ഇനി ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ടെസ്റ്റ് സെൻറ്റർ കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിലെ പേജിലോട്ട് പോകും. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ദെൻ എഗെയിൻ ഇവിടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, കൺഫേം കൊടുക്കുക. സോ ഇത് ബാക്ക് ടു ഇവിടെ ഫിനിഷോട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ ബാക്ക് ടു നമ്മൾ മറ്റേ പേജിലോട്ട് പോകും. അപ്പോൾ നമ്മൾ അവൈലബിലിറ്റി കൺഫേം ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് കൺഫേം ചെയ്യണം. ഓക്കെ, സോ ഇതിവിടെ കാണിക്കും. ഇപ്പോൾ കാണിച്ച മെസ്സേജ് നിങ്ങൾ വെറീഡ് ആവണമെന്നില്ല. EPSM കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് നിർബന്ധമില്ല കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്. വേണ്ട. സോ പെൻഡിങ് പേയ്മെൻറ്റ് അല്ല, പെൻഡിങ് അവൈലബിലിറ്റി ആൻഡ് പേയ്മെൻറ്റ് എന്നുള്ളത് ഇപ്പോൾ എന്തായി? പേയ്മെൻറ്റ് മാത്രമായി. സോ ഞാൻ എന്ത് ചെയ്യുന്നു?
ഇവിടെ അവൈലബിലിറ്റി അല്ല. ഇനി ഇവിടെ ടിക്ക് ചെയ്യുക, പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക. സോ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വരും. ഇതിൽ ഇവിടെ ഡൊണേഷൻ, അതായത് എ സി സിയുടെ തന്നെ ബെനവലൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൊണേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ £191 ഇപ്പോൾ SBI വരുന്ന എക്സാം ഫീസ് വരുന്നത്. സോ അത് ജസ്റ്റ് പേനോ കൊടുക്കാം. ഇതൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ദെൻ നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാം. കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് ചൂസ് ചെയ്യാം. ഇത് നിങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് ഡെബിറ്റ് കാർഡ് ആയാലും ക്രെഡിറ്റ് കാർഡ് ആയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിസ, മാസ്റ്റർ, യൂണിയൻ പേ, ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. റുപ്പേ കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നെയിം കൊടുക്കണം, കാർഡ് നമ്പർ കൊടുക്കണം, എക്സ്പയറി ഡേറ്റ് കൊടുക്കണം, സെക്യൂരിറ്റി കോഡ് കൊടുക്കണം. ആൻഡ് ആൾസോ നിങ്ങൾ ഒരു കാര്യം കൂടെ എൻഷുർ ചെയ്യണം, നിങ്ങളുടെ ബാങ്കിൻ്റെ ആപ്പിൽ കയറിയിട്ട് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺലൈൻ മോഡ് ഓണാക്കണം. അതിനെന്തെങ്കിലും ലിമിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു 30,000 മുകളിലാക്കി വെക്കുക. ക്ലിയർ? എന്നിട്ട് ഇവിടെ പേ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിൻഡോയിലോട്ട് പോകും. ഞാനിത് ബുക്ക് ചെയ്യുന്നില്ല, ദാറ്റ്സ് വൈ ഇപ്പോൾ ഞാൻ കാണിക്കാത്തത്. സോ ആ വിൻഡോയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ OTP ചോദിക്കും. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവും. ആൻഡ് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇപ്പോൾ 191 പൗണ്ട്സാണ് നമുക്ക് ഇവിടെ കാണിച്ചത് അല്ലേ. സോ 191 പൗണ്ട്സ് എന്ന് പറയുന്നത് ഏകദേശം 24,000 രൂപ, 24,500 ബട്ട് നിങ്ങളുടെ ബാങ്കിനനുസരിച്ചിട്ടും നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ടൈമിനനുസരിച്ചിട്ടും ഈ എമൗണ്ടിൽ വ്യത്യാസം വരും. ഇതിനേക്കാൾ ഒരു 1,000-1,500 രൂപ കൂടുതൽ വരാറുണ്ട്. അത് ബാങ്ക് ചാർജസും GSTയും അതർ ബാങ്ക് ചാർജസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഞാൻ പറയാറ്. സോ ഈ കറക്റ്റ് എമൗണ്ട് ആയിരിക്കില്ല ഉണ്ടാവുക. സോ ഈ കറക്റ്റ് എമൗണ്ട് ഇട്ടിട്ട് ബുക്ക് ചെയ്യരുത്. എപ്പോഴും ഒരു 2,000 രൂപ സേഫ്റ്റി സൈഡ് എക്സ്ട്രാ അക്കൗണ്ടിൽ ഇട്ടിട്ട് മാത്രം ബുക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, എന്നിട്ട് അതിനേക്കാൾ 2,000 രൂപ അക്കൗണ്ടിൽ എക്സ്ട്രാ ഇട്ട ശേഷം മാത്രം ഇവിടെ പേയ്മെൻറ്റ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പേയ്മെൻറ്റ് എന്തായി പോകും, ക്യാൻസലായിട്ട് പോകും. സോ ആർക്കെങ്കിലും ഇനിയും ഇതിലെന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാം ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എക്സാം ബുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്, ബൈ.